ഹായ് ഹലോ, നമുക്കിന്ന് ഉച്ചയൂണിനുള്ള കുറച്ച് സാധനങ്ങൾ റെഡിയാക്കാം. അപ്പോൾ അതിനുള്ള മീൻ കറിക്കുള്ള ഐറ്റംസാണ്. ഇന്ന് മീൻ കറിയും ബീട്രൂട്ട് തോരനുമാണ് കേട്ടോ. അപ്പോൾ അത് ഞാൻ ഈ ചട്ടി കണ്ടോ, ഇത് കുറേ വർഷം പഴക്കമുള്ള ചട്ടിയാണ്, ഒത്തിരി നാളായ ചട്ടിയാണ്. അതാണ് ഈ കളറ്. നമുക്ക് ഗ്യാസൊക്കെ കത്തിച്ച് അതിലേക്ക് നമ്മുടെ ചട്ടി എടുത്ത് വെച്ച് അത് ചട്ടി ചൂടാവുന്ന സമയത്ത് നമുക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ മീൻ കുറച്ച് 2 ദിവസം മുന്നേ ഞാൻ വാങ്ങിച്ച മീനായിരുന്നേ. അപ്പോൾ അത് ഫ്രിഡ്ജിലേക്ക് വെച്ചേക്കുമായിരുന്നു. അപ്പോൾ ഇന്ന് അത് ആദ്യം എടുത്ത് കറി വെച്ചു, ബാക്കി ഇരുന്നതാണ്. ഇതിപ്പോൾ എണ്ണ എടുത്തൊഴിച്ചു, അതിലേക്ക് കുറച്ച് ഉലുവ. ഈ എണ്ണ നന്നായിട്ട് ചൂടാകുമ്പോൾ കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. ഞാൻ കടുക് ഇടാറില്ല മീനിന്, ഉലുവ മാത്രമേ ഇടാറുള്ളൂ. അപ്പം ഉലുവ ഇട്ടു. നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നു വെട്ടം കുറവായിരിക്കും, കറണ്ട് ഇല്ലായിരുന്നു, അതുകൊണ്ടാണ്. പിന്നെ ക്യാമറ ഒരു കൈ കൊണ്ട് പിടിച്ചിട്ടാണ് ഞാൻ ചെയ്യണത്. അതിൻ്റെ ഒരു ചെറിയൊരു പ്രശ്നം ഉണ്ടാവും, ചെറുതല്ല, നന്നായിട്ട് പ്രശ്നം ഉണ്ടാവും. എനിക്കങ്ങനെ വീഡിയോ എടുത്ത് കുക്ക് ചെയ്യാനൊന്നും അങ്ങനെ അറിയത്തില്ല. അത് ഞാനിപ്പോൾ അരിഞ്ഞ് വെച്ചായിരുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ എടുത്തിട്ട്, ഇഞ്ചി വെളുത്തുള്ളി ഞാൻ അത്യാവശ്യം നന്നായിട്ട് ഉപയോഗിക്കും. കാരണം വേറെ ഒന്നുമല്ല, ഇഞ്ചിയും വെളുത്തുള്ളി നമ്മുടെ ശരീരത്തിന് ഒരുപാട് നല്ലതാണ്. അപ്പം നമുക്ക് വെറുതെ തിന്നാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മൾ കറിയൊക്കെ ഉപയോഗിക്കുമ്പോൾ ഞാൻ ഈ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നന്നായിട്ട് ചേർക്കും കേട്ടോ. വയറിനൊക്കെ നല്ലതല്ലോ. ഞാൻ പിന്നെ പച്ചമുളക് കീറി വെച്ചിട്ടുണ്ടായിരുന്നു, അതും കൂടെ എടുത്തിട്ട് കൊടുത്തു. അത് ഞാൻ ഇടാറില്ല, കാരണം അത് കരിഞ്ഞു പോകത്തില്ലേ, അതുകൊണ്ട് പച്ചമുളക് എടുത്തിട്ട് കൊടുത്തു. ഇനി കുറച്ച് ഞാൻ ചെറിയുള്ളി ചേർത്തിട്ടുണ്ട്. സാധാരണ ഞാൻ ചെറിയുള്ളി അങ്ങനെ ഉപയോഗിക്കാറില്ല. ഇത് പക്ഷേ കുറച്ച് മീനുള്ളത് കൊണ്ട്, ഇതിപ്പോൾ ഞാൻ 2 വട്ടം ഉപയോഗിച്ചതിന് മിച്ചമുള്ള ഇരിക്കണ മീനാണ്. അപ്പോൾ കുറച്ച് മീനുള്ളത് കൊണ്ട് ഞാൻ അതിൻ്റെ അകത്തേക്ക് ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തു. കുറച്ച് ദിവസം ഇരിക്കണ മീൻ കറിയും കുറച്ച് അധികം ഉണ്ടെങ്കിൽ ഞാൻ ഉള്ളിയൊന്നും ചേർക്കാറില്ല, ജസ്റ്റ് വെളുത്തുള്ളിയും ഇഞ്ചിയും മാത്രമേ ചേർക്കാറുള്ളൂ. അപ്പോൾ ഈ ചെറിയുള്ളിയും കൂടെ ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം നമ്മൾ തക്കാളി ഉണ്ടായിരുന്നു, തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത്, അത്യാവശ്യം മുഴുപ്പുള്ളൊരു തക്കാളിയും കൂടെ ചേർത്ത്. അതിന് ശേഷം അതിനുള്ള പൊടി ഐറ്റംസാണ് കാശ്മീരി മുളക് പൊടിയും പിന്നെ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയാണ്. നോർമൽ മുളക് പൊടിയും കുറച്ച് ചേർത്തിട്ടുണ്ട്. അതൊന്ന് പേസ്റ്റ് പോലെ ആക്കിയെടുക്കണേ. കാരണം ഡയറക്റ്റ് നമ്മൾ പൊടി അതിലേക്ക് ഇടുമ്പോൾ കരിഞ്ഞു പോകും. അപ്പോൾ ഇങ്ങനെയാവുമ്പോൾ അങ്ങനെ കരിയത്തില്ല നമ്മുടെ ഈ മസാല. അപ്പോൾ ആ മസാലയാക്കി എടുത്ത് ഇത് നന്നായിട്ട് ഒന്നതുകൊണ്ട് നന്നായിട്ട് വഴണ്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്. അപ്പം ഇതിൽ നന്നായിട്ട് ആയിട്ടുണ്ട്. ഇതൊന്നോടെ മൂത്തതിന് ശേഷം നമുക്ക് ഇപ്പോൾ തയ്യാറാക്കി വെച്ചേക്കണം മസാല ഇതിലേക്ക് ഇട്ട് കൊടുക്കാവേ. കാരണം നമ്മൾ ഡയറക്റ്റ് ഇങ്ങനെ പൊടി ഇടാം, പക്ഷേ പൊടി ഇട്ടാൽ ചിലപ്പോൾ നമ്മൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ക്യാമറയ്ക്ക് കുറച്ച് പ്രശ്നമുണ്ട് കേട്ടോ. ഞാൻ ഒരു കൈ കൊണ്ട് ചെയ്യണതുകൊണ്ടാണ് ക്യാമറ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോണത്. മസാല ഞാൻ ഇട്ട് കൊടുത്തു. ഈ മസാല നന്നായിട്ട് അതിൻ്റെ അകത്തേക്ക് വഴറ്റിയതിന് ശേഷം മസാല യോജിപ്പിച്ച പാത്രത്തിൽ നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം ആ മസാല കൂട്ടൊക്കെ ഒന്ന് നല്ല സ്മെല്ല് വരുന്നുണ്ട്. മസാലയൊക്കെ മൂത്തപ്പം നല്ല മണം അടിക്കുന്നുണ്ട്. അപ്പോൾ മസാല ഒക്കെ മൂത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട്, അതായത് ആ പാത്രം ഒന്ന് കഴുകി അതിലേക്ക് ഒഴിക്കുക. മസാല അതിൻ്റെ അകത്ത് മുളക് പൊടിയൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് കഴുകി അതിലേക്ക് ഒഴിച്ച്, അപ്പം അതൊന്ന് വറ്റി, അതായത് എണ്ണ തെളിഞ്ഞ് വന്ന് കഴിയുമ്പോൾ നമ്മൾ കുറച്ച് തിളപ്പിച്ചാറിയ വെള്ളം ഒഴിക്കണത്. അപ്പം നമുക്ക് പാത്രം കഴുകിയ വെള്ളം കുറച്ച് അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇങ്ങനെ ഒഴിക്കണത് ആ മസാല ഒന്ന് നന്നായിട്ട് കുറുകി ഗ്രേവി നല്ല തിക്കാവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് ഇപ്പം നമ്മൾ മീനെടുത്തില്ല, ഈ വെള്ളം ഒന്ന് വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നതിന് ശേഷമാണ് നമ്മൾ മീൻ ഇടത്തുള്ളൂ. വീണ്ടും വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ മീനെടുത്തുള്ളൂ. ഇച്ചിരി ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, അപ്പോൾ ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. എന്നിട്ട് വീണ്ടും ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് വെറുതെ ഒന്ന് വെച്ച് കുറച്ച് നേരം തിളപ്പിക്കാവേ. എണ്ണയൊക്കെ കണ്ടോ, നല്ല ഗ്രേവിയൊക്കെ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല തിക്കായിട്ട് വന്നു. നമുക്കിതിലേക്ക് തിളപ്പിച്ചാറിയ വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാവേ. നമ്മുടെ കയ്യിൽ എന്തോരം മീനുണ്ടോ അതനുസരിച്ചുള്ള വെള്ളം നമുക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഈ വെള്ളം നന്നായിട്ട് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട്, അപ്പോൾ ഉപ്പൊക്കെ നമ്മൾ ഇട്ടല്ലോ ഓൾറെഡി, നമുക്കിപ്പോൾ ഉപ്പിട്ടാലും മതി, കുഴപ്പമില്ല. ഇനി ഇതിലേക്ക് ഞാൻ വെള്ളത്തിലിട്ട് വെച്ച കുടംപുളി ഉണ്ടായിരുന്നേ. കുടംപുളി ഞാൻ വെള്ളത്തിൽ നേരത്തെ ഇട്ട് വെക്കുന്നു കഴുകി. കാരണം നമ്മൾ കുടംപുളിക്കകത്തൊക്കെ മറ്റേ പുകയുണ്ടാകും. അപ്പോൾ അത് നന്നായിട്ട് കഴുകി വെള്ളത്തിലിട്ട് വെച്ചാൽ കുടംപുളിയും കൂടി ഇട്ട് കുഴിച്ചു കേട്ടോ. ചില സ്ഥലത്തൊക്കെ വാളംപുളി ഉപയോഗിക്കണം, ഞങ്ങളിവിടെയൊക്കെ കുടംപുളിയാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ കുടംപുളി ഇട്ട് നന്നായിട്ട് ആ മീനിൻ്റെ ഇതൊക്കെ തിളച്ച് കഴിയുമ്പോൾ മീൻ കഴുകി വെച്ചത് ഞാനിപ്പോൾ ഇറക്കിയതുണ്ട്. നന്നായിട്ട് ഓരോ കഷ്ണങ്ങളാക്കി അതിലേക്ക് ഇട്ട് കൊടുക്കുകയെ. ഇത് ഞാൻ ഒരു പ്രാവശ്യം വെച്ച മീനാകുമ്പോൾ മിച്ചം ഉണ്ടായിരുന്ന കേട്ടോ, മിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെച്ചായിരുന്നതാണ്. ഞാൻ ഒന്നിച്ചുണ്ടാക്കിയില്ല, കുറച്ചെടുത്ത് മാറ്റി വെച്ചായിരുന്നു. അപ്പം ഞാനോർത്ത് കറി വയ്ക്കുമ്പോൾ ഇനി നിങ്ങളെയും കൂടെ കാണിക്കാമല്ലോ എന്നോർത്തുകൊണ്ട് കുറച്ച് മാറ്റി വെച്ചായിരുന്നു. അപ്പോൾ ഓരോന്ന് പറക്കിയിട്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഇളക്കിയിട്ടേ. ഞാൻ ശരിക്കും സ്പൂൺ കൊണ്ടല്ല, ചട്ടി പതുക്കെ ഒന്ന് ഇളക്കുകയോ ചെയ്യണം. പക്ഷേ എൻ്റെ കയ്യിലൊരു ഫോണുള്ളത് കൊണ്ട് ഞാനത് ഇതും കൊണ്ട് തന്നെ അത് മൂടി. മീൻകറി ഇവിടെ റെഡിയായി കേട്ടോ.
ഇനി അടുത്ത് നമുക്ക് ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാം. തോരൻ ഉണ്ടാക്കാൻ വേണ്ടി ചട്ടി അടുപ്പത്ത് വെച്ച് എണ്ണ ചൂടായി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാവേ. കടുക് ഇട്ട് കൊടുത്ത് പിന്നെ ഞാൻ കുറച്ച് ഈ കടുക് ഒന്ന് ജസ്റ്റ് പൊട്ടി വരുമ്പോൾ ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മൾ ഈ തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് അരി ഇട്ട് കൊടുത്താൽ ടേസ്റ്റ് ഒരു പ്രത്യേക ടേസ്റ്റാണ് അരി ഇട്ട് കൊടുത്താൽ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് അരിയൊക്കെ ഇട്ടങ്ങ് കൊടുത്തേ. അപ്പോൾ ഇനി അരി ഒന്ന് പതുക്കെ പൊട്ടി വരണം. അരി പൊട്ടി വന്ന് കഴിയുമ്പോഴാണ് നമ്മൾ അടുത്തത് എന്തുണ്ട് അരിയൊക്കെ പൊട്ടി ഇത് കുറച്ച് അപ്പോൾ ഞാൻ ഒരു വറ്റൽമുളക് മാത്രം എടുത്തങ്ങിട്ടെ. ഒരു വറ്റൽമുളക് ഇട്ടു. ആ ഒരു വറ്റൽമുളക് ഇട്ടതിന് ശേഷം ഞാൻ 2 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞതുണ്ടായിരുന്നേ. കാരണം ബീട്രൂട്ട് ആയതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ടേസ്റ്റ് ഇല്ല. അപ്പോൾ ഈ വെളുത്തുള്ളി ഇട്ടാൽ നമുക്കൊരു ടേസ്റ്റിന് നമുക്ക് വരും. ഞാൻ പറഞ്ഞില്ലേ വെളുത്തുള്ളി ഞാൻ 2 ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ടേ. വെളുത്തുള്ളി ഒന്ന് വഴണ്ടൊന്ന് ജസ്റ്റ് വന്നതിന് ശേഷം നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ച സബോളയുണ്ട്. അപ്പോൾ ആ സബോളയും കൂടെ അങ്ങോട്ട് ഇട്ട് കൊടുത്ത് സബോള ഇട്ട് കേട്ടോ. വെളുത്തുള്ളി ഒന്ന് ജസ്റ്റ് മൂത്തതിന് ശേഷം സബോളയും കൂടി ഇട്ട് കൊടുത്ത് ആ സബോള ഒന്ന് ജസ്റ്റ് വന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു കേട്ടോ. സബോള നന്നായിട്ട് വഴഞ്ഞതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് കുറച്ച് പൊടിപടലങ്ങളൊക്കെ നമുക്ക് അതിലേക്ക് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മഞ്ഞൾപ്പൊടി, മുളക് പൊടി എന്ന പൊടികളൊക്കെ ചേർത്ത് കുറച്ച് കരിവേപ്പില എല്ലാം വിട്ടുപോയായിരുന്നു. അപ്പോൾ കുറച്ച് കരിവേപ്പില ഇട്ടു. മഞ്ഞൾപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടിയും കൂടെ ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ചെല്ലാം കുറേശ്ശേ ഉള്ളൂ കേട്ടോ. അധികം എരിവ് ഉപയോഗിക്കില്ല. എനിക്ക് അധികം എരിവ് ഇഷ്ടമല്ല. ഇവിടെ ആർക്കും അങ്ങനെ വലിയ എരിവ് ഇഷ്ടമല്ല. അതിന് ശേഷം ഞാൻ ബീട്രൂട്ട് അരിഞ്ഞ് വെച്ചത് ഞാനിത് അതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുത്തു. ബീട്രൂട്ട് ഇഷ്ടമില്ലെന്ന് പറയണവർക്കൊക്കെ ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുമോ കേട്ടോ, കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ. പിന്നെ തേങ്ങയും കൂടെ ഞാൻ തേങ്ങ ചിരണ്ടി വെച്ചായിരുന്നു. അതും കൂടെ മിക്സ് ചെയ്ത് ഇനി ഒന്ന് അടച്ച് വെച്ച് അത് വേവിക്കുക. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. അടുത്ത് നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ള കാര്യം നോക്കാം. ഇതെല്ലാം കഴിഞ്ഞ് ഞാൻ ഇവിടെ പാത്രം എടുത്ത് വെച്ചു. അതെ ഞാനൊരു സ്റ്റൈല് കാണിക്കാമെന്ന് ഓർത്ത് എടുത്തതാട്ടോ. പക്ഷേ ചോറൊക്കെ അതിലേ പോയി. അരിയല്ല, ചോറൊക്കെ തെറിച്ച് പോയി. അതിനുശേഷം നമ്മൾ കറിയൊക്കെ എടുത്ത് വെച്ചു. മീൻകറിയുടെ കഷ്ണം എടുത്തിട്ടു. 2 കഷ്ണം എടുത്തിട്ടു. മീൻചാറ് കുറച്ച് ഞാൻ വീഡിയോ എടുക്കണതുകൊണ്ട് ഞാൻ ഇച്ചിരി സ്റ്റൈലിലൊക്കെ എടുത്തതാണ് കേട്ടോ. പിന്നെ ഇത് കാടമുട്ടയാണ്. കാടമുട്ട രാവിലെ പുഴുങ്ങിയപ്പോൾ അവൾക്ക് വേണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ മസാലക്കൂട്ടാക്കി ഞാൻ കാടമുട്ട എടുത്തു. പിന്നെ ഒരു കണ്ണിമാങ്ങയും കൂടെയാണ്. അപ്പം ഇവിടെ ഉച്ചത്തെ ലഞ്ച് റെഡിയായി. അന്ന് നമുക്ക് എല്ലാവർക്കും കഴിക്കാം കേട്ടോ.